ഹായ്, ടി ജി എസ് വെഹിക്കിൾ പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയർഡ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ. ഇന്ന് ഞാനിവിടെ നിങ്ങൾക്ക് തരുന്ന വീഡിയോ, സാധാരണഗതിയിൽ വാഹനവുമായി റോഡിലേക്ക് ഇറങ്ങുന്ന ഏതൊരാളും ഇന്ന് ഭയക്കുന്നത് പോലീസ് ചെക്കിങ് അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ചെക്കിങ്. ആ ചെക്കിങ്ങിൻ്റെ സമയത്ത് ഒരു സാധാരണ പറയുന്നത് എന്താണ്? ബുക്കും പേപ്പറും എടുത്തുകൊണ്ട് പോവാ എന്ന് പറയും. ഇനി മുതൽ ആ കാര്യത്തെ ഓർത്ത് നിങ്ങൾ യാതൊരു ഭയവും വേണ്ട. കാരണം നിങ്ങളുടെ മൊബൈലിൽ തന്നെ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ വികസിപ്പിച്ചെടുത്ത, അവർ ഡെവലപ്പ് ചെയ്ത എം പരിവാഹൻ എന്ന ഒരു ആപ്പ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കൂടി ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങളുടെ RC, ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ് മുതലായ രേഖകൾ ലഭിക്കുന്നതാണ്. ഏത് ചെക്കിങ്ങിലും നിങ്ങൾക്ക് ഈ രേഖകൾ അവർക്ക് മുൻപാകെ കാണിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹന രേഖകൾ അതിൽ കാണിക്കാൻ സാധിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോറിൻ്റെ ഭാഗത്ത് പോവുക. അതിൽ നമ്മൾ സെർച്ച് എന്നുള്ള ഭാഗത്ത് എം പരിവാഹൻ, MPARIVAHAN എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാം, അതിൻ്റെ താഴെ വന്നു കഴിഞ്ഞു ഒരു ചുവന്ന ഒരു ഐക്കണോട് കൂടി എം പരിവാഹൻ വന്നു. അതിൽ തൊട്ട് നിങ്ങൾ എം പരിവാഹൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഈ കാണുന്ന വിൻഡോയിൽ ആ ഇൻഡു ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ എം പരിവാഹൻ നോട്ടിഫിക്കേഷൻ എന്ന് പറയും. അവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു എം പരിവാഹൻ. അതിൽ മുകളിലൊരു 3 വര നിങ്ങൾ കാണാൻ സാധിക്കുന്നില്ലേ? അതിൽ നിങ്ങൾ തൊടുക. അപ്പോൾ സൈൻ ഇൻ എന്ന് പറയുന്ന ഒരു പേജിലേക്ക് അത് പോകും. അവിടെ നിങ്ങൾ സൈൻ ഇനിൽ തൊട്ട് കഴിഞ്ഞിട്ട് അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ +91 എന്ന് കാണിച്ചിട്ടുള്ള സ്ഥലത്ത് നിങ്ങൾ മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്തിട്ട് കണ്ടിന്യൂ അടിക്കുക. അതിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിൽ വരുന്ന OTP അടിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പർ ഓൾറെഡി രജിസ്റ്റേർഡ് ആകും. അടുത്തത് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിൽ ടോപ്പിൽ RC എന്ന് എഴുതിയിരിക്കുന്ന ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ ഗ്യാപ്പുകൾ ഒന്നും ഇടാതെ, അപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ KL7 CD 1234 ആണെന്നുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പും ഇടാതെ നിങ്ങൾ KL7 CD 1234. ഇനി നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ വെറും 5 ആണെന്നിരിക്കട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ 0005 എന്ന് അടിക്കണം. 4 അക്ക നമ്പറാണ് ഇതിൽ നിങ്ങൾ ഫീഡ് ചെയ്ത് കൊടുക്കേണ്ടത്, ടൈപ്പ് ചെയ്യേണ്ടത്. അത് ടൈപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ സെർച്ച് എന്നുള്ള ഭാഗത്ത് തൊട്ട് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം നിങ്ങളുടെ RCയുടെ ഡീറ്റെയിൽസ് മുഴുവൻ, അതുകൂടാതെ അതിൽ എത്ര നാൾ വരെ ടാക്സ് അടച്ചിട്ടുണ്ട്, ഈ പറയുന്ന ഏതെങ്കിലും ട്രാൻസ്പോർട്ട് വാഹനമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ CFൻ്റെ എല്ലാ ഡീറ്റെയിൽസും, പെർമിറ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രത്യേകിച്ചും ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് RCയും ഇൻഷുറൻസും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റോ പെർമിറ്റോ ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ RCയുടെ ഇതിൽ നിന്നാണ് നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നത്. ഇനി അതിൻ്റെ താഴെ നീല നിറത്തിൽ ആഡ് ടു ഡാഷ്ബോർഡ് ഫോർ വിർച്വൽ RC എന്ന ഭാഗത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വിൻഡോ ശ്രദ്ധിക്കുക. അതിൽ നമ്മുടെ വണ്ടിയുടെ ചേസിസ് നമ്പറിൻ്റെയും എൻജിൻ നമ്പറിൻ്റെയും ഒരു ഭാഗം അതിൽ തന്നെ ഉണ്ടാകും. അതിൻ്റെ വലത്ത് സൈഡിൽ കാണുന്ന 4 സ്റ്റാർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 4 സ്റ്റാറിൽ നിങ്ങളുടെ ചേസിസ് നമ്പറിൻ്റെ അവസാനത്തെ 4 അക്കവും അതിൻ്റെ താഴെയുള്ള എൻജിൻ നമ്പറിൻ്റെ 4 അക്കവും നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ അടിക്കുക. അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതോടുകൂടി നിങ്ങളുടെ ഈ പറയുന്ന RCയുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ വെർച്വൽ RC റെഡിയായിട്ട് ആ സിസ്റ്റത്തിൽ ഉണ്ടാകും. ഇനി നമുക്ക് ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഈ ആപ്പിലേക്ക് എങ്ങനെ കയറ്റാം എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നമ്മൾ നേരത്തെ വന്ന RCയുടെയും DLൻ്റെയും ഒരു ഭാഗമുണ്ട്. അവിടെ ആ DLൻ്റെ ഭാഗത്ത് നമ്മൾ തൊട്ടു. അവിടെ നമ്മളുടെ DLൻ്റെ നമ്പർ നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സാധാരണഗതിയിൽ നമ്മളുടെ പഴയ ലൈസൻസുകളെല്ലാം, അതായത് കേരള MVDയിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള ലൈസൻസുകളെല്ലാം ആ ഓഫീസിൻ്റെ കോഡ്, ഉദാഹരണത്തിന് എറണാകുളം ആണെന്നുണ്ടെങ്കിൽ 7
4 അക്കമോ അല്ലെങ്കിൽ 2 അക്കമോ ഏതാണെന്ന് അതും പിന്നീട് വർഷവുമായിരിക്കും കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ KL എന്നടിച്ചിട്ട് 07, അത് എറണാകുളമാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിപ്പോൾ കാസർഗോഡാണെങ്കിൽ KL 14, കോട്ടയാണെങ്കിൽ KL 5, ഈ രീതിയിലാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ KL 05 അല്ലെങ്കിൽ KL 14, ഇതുപോലെ KL 7 എന്നടിച്ചിട്ട് അതിൻ്റെ ബാർ എന്നുള്ള ഒരു വേറെ ബാറോ കുത്തുകളോ ഗ്യാപ്പുകളോ ഒന്നും വേണ്ട. KL 7, പിന്നീട് നിങ്ങളുടെ ലൈസൻസ് ഇഷ്യൂ ചെയ്ത വർഷം, അത് 2000 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ 2000 ആണ്, ആ 2000 ഇട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് ഗ്യാപ്പ് ഒന്നും ഇല്ലാതെ തന്നെ പിന്നീട് നിങ്ങൾക്ക് അടിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ 7 അക്കത്തിലുള്ള ലൈസൻസ് നമ്പറാണ്. സാധാരണഗതിയിൽ നമുക്കുള്ള ലൈസൻസ് നമ്പറുകളെല്ലാം 4 അക്കം ഉള്ളതായതുകൊണ്ട്, അല്ലെങ്കിൽ അതിൽ കുറവാണെങ്കിലും അങ്ങനെ ഒരു ചെയ്യേണ്ടത് നമുക്ക് 7 അക്കം ഉണ്ടായിരിക്കണം. അപ്പോൾ 7 അക്കം തയ്ക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ 4 അക്കമുള്ള ഒരു ഡ്രൈവിംഗ് ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ 0 0 0, പിന്നീട് 1 2 3 4 ഏതാണ് ലൈസൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അടിച്ച് കൊടുക്കുക. ഇപ്പോൾ വാഹൻ വഴി ലഭിച്ചിട്ടുള്ള പുതിയ ലൈസൻസ് ആണെന്നുണ്ടെങ്കിൽ അത് ആ ലൈസൻസ് നമ്പർ അങ്ങനെ തന്നെ ആയിരിക്കും. KL ആ കോഡോട് കൂടി വരുന്ന ലൈസൻസ് നമ്പറാണ്. അപ്പോൾ അത് തന്നെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾക്കത് നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് സെർച്ച് ബട്ടൺ തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ ഡീറ്റെയിൽസ് മുഴുവൻ അതിൽ നമുക്ക് അടുത്ത പേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും നമുക്ക് കിട്ടിയിട്ടുള്ള ഈ ലൈസൻസിൻ്റെ ഡീറ്റെയിൽസിൻ്റെ താഴെയായിട്ട് ആ നീല നിറത്തിൽ കാണുന്ന ആഡ് ടു ഡാഷ്ബോർഡ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ തൊട്ട് കഴിഞ്ഞാൽ അവിടെ തൊട്ട് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി അടിച്ചു കൊടുക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തെളിഞ്ഞ് കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമുക്ക് ഈ സേവ് ചെയ്തിരിക്കുന്ന ഡീറ്റെയിൽസ് നമ്മളെ വാഹന പരിശോധനയ്ക്ക് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ കൈ കാണിച്ച് നിർത്തുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നമുക്ക് ഈ ഡാഷ്ബോർഡിൽ നിന്ന് എടുത്തിട്ട് ഈ സാധനങ്ങൾ കാണിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. അതിന് ഒഫീഷ്യലായിട്ട് അത് സാധുവായിരിക്കും. ആരും അതിനെ ചോദ്യം ചെയ്യാനും പോകുന്നില്ല. അപ്പോൾ അതായത് നിങ്ങളുടെ ഇനി RC എല്ലാം വീട്ടിൽ വയ്ക്കാം. RC, ഡ്രൈവിംഗ് ലൈസൻസ്, ഇൻഷുറൻസ്, ഈ സാധനമൊക്കെ വീട്ടിലെടുത്ത് വെച്ചു. ഇനി നിർഭയം നിങ്ങൾക്ക് റോഡിലേക്ക് ഇറങ്ങാം. സാധാരണ രീതിയിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ചെക്ക് ചെയ്യുന്നത് ഈ സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞാനിടുന്ന വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അതേ നിമിഷം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തക്ക വിധം ഉള്ള സംവിധാനം കൂടി ചെയ്യുക. വാഹന സംബന്ധമായും വാഹന ഇൻഷുറൻസ്, ആക്സിഡന്റ് സംബന്ധമായിട്ടുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഈ ചാനലിൽ കൂടി കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ പ്രയോജനപ്രദമായി എന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയും. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. ഇന്ന് ഈ നാട്ടിലുള്ള എല്ലാവരും ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് RCയുടെ പർട്ടിക്കുലേഴ്സോ അല്ലെങ്കിൽ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഒഫീഷ്യലായിട്ട് നിങ്ങൾക്ക് ഈ വാഹന പരിശോധകരെ കാണിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതിനാൽ മടിക്കാതെ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ശുഭയാത്ര. സ്റ്റേ സേഫ്. ബൈ.